സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നമ്മൾ മറന്നു പോകരുത്. ഈ കാലയളവിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലും എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയം കൂടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ വെറും ഒരു ജ്ഞാന പഠനം മാത്രമല്ല എന്ന് ഓർത്തുകൊള്ളണം. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഒന്ന് രണ്ട് വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് പെന്തക്കോസ് നാളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പെന്തക്കോസ് നാളിൽ അപ്പോസ്തലന്മാരും ആദ്യ നൂറ്റാണ്ടിലെ സഭാംഗങ്ങളും ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പകർന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അവിടെ വലിയൊരു കാറ്റുണ്ടായി. ആ കാറ്റിൻ്റെ കൂടെ തന്നെ വലിയ ഒരു ശബ്ദമുണ്ടായി. ശബ്ദം അവിടെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും മേലെ അഗ്നിനാവുകൾ പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു എന്ന് നമ്മൾ അവിടെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് 13-ാം വാക്യം മുതൽ നമ്മൾ അത് കേട്ടപ്പോൾ ഈ ജനം, പ്രൈസ് ദി ലോർഡ്, 5 മുതൽ 13 ഉള്ള വാക്യങ്ങൾ ജനത്തിൻ്റെ ഒരു റെസ്പോൺസ്, അവരതിനെക്കുറിച്ച് എന്ന് പറയും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കൂടി വന്ന ജനം പറഞ്ഞു, ഇവരെ മദ്യപിച്ച് ഇരിക്കുന്നതാണെന്ന് ഒരു കൂട്ടർ പറഞ്ഞു, മറ്റൊരു കൂട്ടർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇതിന് ഒരു റെസ്പോൺസ്, അതിന് ഒരു മറുപടി പറയുകയാണ് 14-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് അപ്പോസ്തലനായ ഈ പരിശുദ്ധാത്മാ അഭിഷേകം അവരുടെ മേൽ വ്യാപരിച്ചപ്പോൾ അവരിൽ 120 പേര് അവിടെ കൂടിയിരുന്നവരിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അതുകൂടാതെ ലക്ഷക്കണക്കിന് അന്ന് യെരുശലേമിൽ പെന്തക്കോസ് പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന യഹൂദന്മാർ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന് ശേഷമായിട്ട് 14-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ അപ്പോസ്തലനായ പത്രോസ് ഇതിനെക്കുറിച്ച് ഇത് മദ്യപിച്ചതല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പ്രതികരണം, അതിൻ്റെ ഒരു റെസ്പോൺസ്, ഒരു മറുപടി സംസാരിക്കുന്നതാണ് 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് അല്പമായിട്ട് ആ ഭാഗത്തേക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം 14 മുതൽ 21 വാക്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് യോവേൽ പ്രവാചകൻ അന്ത്യനാളിനെ കുറിച്ച് ഉള്ള തൻ്റെ പ്രവചനത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് ഇത് എന്ന് താൻ സംസാരിച്ചു. 14 മുതൽ 23 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ അതിന് ശേഷമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ 22-ാം വാക്യത്തിലേക്ക് ഞാൻ ഇന്ന് കുറച്ച് ചില വാക്യങ്ങൾ വായിച്ചു അതിനെക്കുറിച്ച് സംസാരിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ വചനം വായിക്കാൻ വേണ്ടി ചിലരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ ഉള്ള ആള്, ആദ്യമായിട്ടുള്ള ആള് 22-ാം വാക്യം വായിച്ച് 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഇന്ന് ആക്കിയിട്ടില്ല കേട്ടോ സാറേ, ഇന്ന് പറഞ്ഞില്ല. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു ദൈവം തന്നെ ഇസ്രായേൽ പുരുഷന്മാരെ മുന്നറിയിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണവാസ്യങ്ങളെ അഴിച്ചു. മതി സിസ്റ്റർ, താങ്ക് യു. ആദ്യത്തെ 22-ാം വാക്യത്തെ കുറിച്ച് ഞാൻ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മെൻ ഓഫ് ഇസ്രായേൽ ഹിയർ ദീസ് വേർഡ്സ്. ഇസ്രായേൽ പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ജീസസ് ഓഫ് നാസറത്ത്, എ മാൻ attested by God to you by miracles, wonders and signs which God did through him in your midst, as you yourself know. നിങ്ങൾ അറിയുന്നത് പോലെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവം അത്ഭുതങ്ങളാലും അടയങ്ങളാലും വീര്യപ്രവർത്തികളാലും
യേശുവിനെ എന്നെ അംഗീകരിച്ചു. അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം യേശു ക്രിസ്തു എൻ്റെ മകനാണ്, ഇത് യേശുവാണ്, അവൻ ക്രിസ്തുവാണ്, അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം അതാണ്. ദൈവം എങ്ങനാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്? യേശു ക്രിസ്തു ദൈവമാണെന്ന്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മകനാണ്, ഇവനാണ് ക്രിസ്തു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം അതാണ്. നമ്മൾ ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവം നമ്മളെ അറ്റസ്റ്റ് ചെയ്യാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഹല്ലേലൂയ. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ അവിടെ യാഗം നടത്താനുള്ള സമയത്ത് അദ്ദേഹം പ്രവാചകൻ പറഞ്ഞൊരു വിഷയമുണ്ട്, ഒരു കാര്യമുണ്ട്. കർത്താവേ, ഞാൻ നിന്റെ ദാസൻ എന്നും നീ എന്നെ അയച്ചുവെന്നും ഇവർ മനസ്സിലാക്കേണ്ടതിന്, ഇവരറിയേണ്ടതിന് നീ എന്നോട് മറുപടി പറയണമേ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ യാഗത്തിന്മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ആയിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും യേശു ക്രിസ്തു ആണെന്ന്, ഇത് ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഉണ്ടാകും. അതേ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ വചനം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നമ്മളുടെ മധ്യത്തിൽ അതേ ദൈവം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു വിഷയമാണ്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ടെല്ലിംഗ് പാർട്ട് ഓഫ് ഇറ്റ്, അത് പറയുന്നത് മാത്രമല്ല, വി മസ്റ്റ് ഓൾസോ ലുക്ക് അറ്റ് ദ ഡെമോൺസ്ട്രേഷൻ പാർട്ട് ഓഫ് ഇറ്റ്. ഹോളി സ്പിരിറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ഇവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളുടെ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. വാക്കുകളിൽ കൂടെ മാത്രമല്ല, പിന്നെയോ പ്രവർത്തികൾ കൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ശുശ്രൂഷയിലെ ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ അനേക വിധമായ അത്ഭുതങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കും. ഈവൻ ആദ്യകാലങ്ങളിൽ പാസ്റ്റർ ലാലു ഒക്കെയും താമസിക്കുന്ന സ്ഥലങ്ങൾ, മുമ്പുള്ള സ്ഥലങ്ങളൊക്കെയും അനേക അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സഭകളൊക്കെയും പെട്ടെന്ന് വളരാനും അനേക ദൈവഭാഗത്തേക്ക് വരുവാനും ഇടയാതിൻ്റെ ഒരു വിഷയം അതും കൂടെയാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും. ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തിയിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു സമയം എടുക്കാൻ പോവുകയാണ്. 1 മിനിറ്റ് എല്ലാവരും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും ഈ 40 സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ വചന ശുശ്രൂഷയിൽ, ഞങ്ങളുടെ ധ്യാനത്തിൽ ദൈവശക്തി വ്യാപരിക്കണമേ. ഞങ്ങൾ വചനം സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണമേ കർത്താവേ, അടയാളങ്ങൾ നടക്കണമേ കർത്താവേ, വീര്യപ്രവർത്തികൾ നടക്കണം. ഹല്ലേലൂയ. അന്ന് അപ്പോസ്തലന്മാരിലും ആദ്യ നൂറ്റാണ്ടിലും പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ള എല്ലാവരും. അല്പസമയം ഒരു കണ്ണുകളെ അടച്ച് അല്പസമയം കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി തന്നെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ വ്യത്യാസം എന്ന് പറയുന്നത് വെറും ഒരു നാമധേയമായ ശുശ്രൂഷയല്ല, പിന്നെയോ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൻ്റെ ഒരു ശുശ്രൂഷ, പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ഒരു പ്രകടനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ സഭകളിൽ നടക്കുവാൻ തക്കവണ്ണം എല്ലാവരും അല്പസമയം കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ കർത്താവേ, നിന്റെ വചനത്തിൽ ഞങ്ങൾ കേട്ടു, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ നീ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും സാക്ഷ്യം വഹിച്ചു, അംഗീകരിച്ചു, ലോകത്തിന് കാണിച്ചു കൊടുത്തു. യേശുവാണെന്ന്
നിന്റെ അപ്പോസ്തലന്മാരിൽ കൂടി അതുപോലെ തന്നെ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നതായിട്ട് ഞങ്ങൾ നിന്റെ വചനത്തിൽ വായിക്കുന്നു. അതുപോലെ അതിനുശേഷമായിട്ട് കർത്താവെ അനേക ദൈവദാസന്മാരിലും ദൈവദാസന്മാരിലും കൂടി നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകടനം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നടന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നിറയുവാൻ തക്കവണ്ണം കർത്താവെ നീ ഇടയാക്കണമേ എന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഈ കേൾക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ഇന്ന് രാത്രി ആ ദൈവശക്തി പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അവർ ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവെ അത് അത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗശാന്തി ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, ഭൂതങ്ങൾ വിട്ടുപോകുവാൻ, ഹല്ലേലൂയ, കുരുടരെ കാണുവാൻ, മുടന്തര് നടക്കുവാൻ, ചെകിടര് കേൾക്കുവാൻ, ഊമര് സംസാരിക്കുവാൻ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഈ ദിവസങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയിൽ കൂടി വെളിപ്പെടുത്തണമേ എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കർത്താവെ വിഷയങ്ങൾ നീ കേട്ട് അതിന് മറുപടി തന്നിരിക്കുന്നതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രി മുതൽ അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ അതിനായിട്ട് നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സകലം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നീ ആ വിഷയം കേട്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഉണ്ടാകും. പരിശുദ്ധാത്മ ശക്തി വരും. നിങ്ങൾ വചനം സംസാരിക്കുമ്പോഴും നമ്മുടെ സഭകളിലും ആത്മാവിൻ്റെ ഒരു പ്രകടനം ഈ ദിവസങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കാത്തിരുന്ന ദൈവസ്ഥലിൽ നിന്ന് പ്രാപിക്കുകയും ശുശ്രൂഷയിൽ ഒരു വ്യത്യാസം വരുവാൻ കർത്താവ് ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 22-ാം വാക്യത്തിൽ ദൈവം എങ്ങനെ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് കർത്താവിൻ്റെ യേശു ക്രിസ്തുവാണെന്ന്, ഈ മരിച്ച യേശു ക്രിസ്തുവാണെന്ന് ഇവരോട് ഈ വന്ന ജനത്തിന് ഈ അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അതാണ് അടുത്ത ഭാഗങ്ങൾ 23 മുതൽ ഓൾമോസ്റ്റ് 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ദൈവത്തിൻ്റെ നിർണയത്താലും ദൈവത്തിൻ്റെ നിശ്ചയത്താലും ആണ്. അങ്ങനെ താൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അതിൻ്റെ ശേഷം പിതാവിൽ നിന്ന് താൻ പ്രാപിച്ച വാഗ്ദത്തം, പരിശുദ്ധാത്മ വാഗ്ദത്തം അവൻ നിങ്ങളുടെ മേൽ ഇതാ ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് ആ ഇനിയത്തെയുള്ള അനേക വാക്യങ്ങളുടെ അതിൻ്റെ സമ്മറി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാള്, ഞാൻ ഇവരെ ഒന്നുകൂടെ പേര് പറയാൻ പാടാം. ബിൻസി എന്ന് പറയുന്ന ആള് 23-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെ വായിച്ചാൽ. ബിൻസി. ദൈവം നിങ്ങൾക്ക് കാണിച്ചെന്ന പുരുഷനായി നസറനായ യേശുവിനെ ദൈവം തന്റെ പൂർണ്ണ നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. 29-ാമത്തെ വാക്യം വായിച്ചാൽ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. എന്റെ കല്ലറ തൽക്കാലം നിർത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഈ പത്രോസിന്റെ ഈ പ്രസംഗത്തിന്റെ വിഷയം നിങ്ങൾ ക്രൂശിച്ച യേശു, അതാണ് യഥാർത്ഥ യേശു. അവൻ മരിച്ച്
ആ ഭൂമിയിൽ അടക്കപ്പെട്ടുവെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ പകർച്ചയെന്ന് താൻ അവിടെ കാണിക്കുകയാണ്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ താൻ എടുത്തു കാണിക്കുന്ന ഒന്ന്, ഇപ്പോൾ താൻ ഈ കോട്ട് ചെയ്ത ഈ വചനങ്ങൾ നമുക്ക് വായിക്കാം. അത് പിന്നെ സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. അത് എലിസബത്ത് ഒന്ന് വായിക്കാമെങ്കിൽ. എലിസബത്ത് ജോൺ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. വായിച്ചാട്ടെ. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും. മതി. നമുക്ക് നിങ്ങൾ വീട്ടിൽ ഇനി സമയമുള്ളപ്പോൾ ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പത്രോസ് ഈ സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 8 മുതൽ 11 വാക്യങ്ങൾ വായിക്കുകയാണ്. അപ്പോൾ പത്രോസ് ഇത് പറഞ്ഞതിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നുണ്ടായിരുന്ന യഹൂദന്മാരുടെ പലരുടെയും ചിന്ത ഈ 16-ാം അധ്യായത്തിൽ ദാവീദിനെ കുറിച്ചാണ് സംസാരിക്കുന്നതാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അത് ദാവീദിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പിന്നെയോ ദാവീദ് പ്രവാചകനായിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും തൻ്റെ ഉയർപ്പിനെക്കുറിച്ചും ആണ് ഇത് ദാവീദ് പ്രവചിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 29-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, men and brethren, let me speak freely to you of the patriarch David, that he is both dead and buried, and his tomb is with us to this day. പിന്നെ പിതാവായ ദാവീദ് മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ്റെ കല്ലറ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് ഈ ദാവീദ് പറയുന്നത് ദാവീദിനെ കുറിച്ചല്ല, പിന്നെയോ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് താൻ ഇവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് 30-ാം വാക്യത്തിൽ, therefore being a prophet and knowing that God has sworn with an oath to him that the fruit of his body according to the flesh he would raise up the Christ to sit on the throne. പ്രവാചകനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ഇവിടെ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 31-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, he foreseeing this spoke concerning the resurrection of Christ, that his soul was not left in Hades, nor did he his flesh. അപ്പം താൻ പ്രവാചകനായതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ ഉയർപ്പിനെ കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് പത്രോസ് കാണിക്കുകയാണ്. പിന്നെ പറയുന്നത് 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, this Jesus God has raised up, of which we are all witnesses. ഇവിടെ ഈ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയത്തിൻ്റെ എല്ലാം ഒരു സമ്മറി എന്ന് പറയുന്നത്, ഒരു ചുരുക്കം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്താവാണെന്ന് ഇവർ കാണിച്ചു കൊടുക്കുക. കാരണം യേശുവിനെ ഇവരെ ആ ക്രൂശന്മേൽ തറച്ച് കൊലപ്പെടുത്തിയതിൻ്റെ കാരണം യേശു ഒരു പാപിയാണ്, അവൻ കർത്താവല്ല, അങ്ങനെ എന്നുള്ള ആ വിചാരം കൊണ്ടാണല്ലോ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ചത്. കാരണം യേശു ഈ പറഞ്ഞതെല്ലാം ദൈവ പ്രമാണത്തിനെതിരായിട്ട് സംസാരിച്ചു, അവനെ അങ്ങനെയാണ് ക്രൂശിച്ചത്. ആ യേശു, ദിസ് ജീസസ്, ഈ നിങ്ങൾ ക്രൂശിച്ച യേശു കർത്താവാണെന്ന് താൻ തെളിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവരെ യഹൂദന്മാരെ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ദാവീദ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് താൻ ഇവിടെ കാണിക്കുകയാണ്. അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദിസ് ജീസസ് ഗാഡ് റൈസ്ഡ് അപ്പ് വിച്ച് വി ആർ ഓൾ വിറ്റ്നസസ്. ദാറ്റ്സ് ദി അദർ തിങ്. ഇവിടെ വെറും ഒരു പ്രവചന വിഷയം എടുത്ത് കാണിക്കുക മാത്രമല്ല, അതിന് ആധാരമായിട്ട് സംസാരിച്ചിട്ട് പത്രോസ് പറയുകയാണ്, ഇതിന് ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ അതിന് സാക്ഷികൾ. ഒരു കാര്യം ചിന്തിച്ചു നോക്കണം, അനേക ലക്ഷം ആൾക്കാർ യഹൂദന്മാർ നിൽക്കുന്ന ഒരു വേദിയിലാണ് ഈ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ പറയാൻ പറ്റത്തില്ല.
താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ സാക്ഷികളാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അത് കള്ളം പറയുമായിരുന്നെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാമായിരുന്നു. അപ്പം അത് തന്നെ നമ്മൾ ഓർത്തോണം, ഒരു വലിയ ഒരു പ്രൂഫാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അന്നത്തെ ജനം അതിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയും 33-ാം വാക്യം. Therefore, being exalted to the right hand of God, and having received from the Father the promise of the Holy Spirit, he poured out this which you now see and hear. ഈ നിങ്ങൾ മദ്യപിച്ചു, നിങ്ങൾ അതും ഇതുമൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഇത് വളരെ ആഴമേറിയ ഒരു പ്രസംഗമാണ്. 3000 പേരെ പ്രതിഷ്ഠിക്കുക മാത്രമല്ല, സ്നാനപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് സ്നാനപ്പെട്ട ഭയങ്കരമായ ഒരു ജീവിത ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. വളരെ അഗാധമായ ഒരു പ്രസംഗ വിഷയമാണ്. അനേക മാസങ്ങൾ പഠിപ്പിച്ചാൽ തീരാത്ത വിഷയങ്ങളാണ്. എന്നാൽ ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇവിടെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഈ യേശു ക്രിസ്തു, നിങ്ങൾ കൊല ചെയ്ത ഈ യേശു ക്രിസ്തു, മരിച്ച യേശു ക്രിസ്തു, അടക്കപ്പെട്ട യേശു ക്രിസ്തു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിൽ ഇരുന്നിട്ട് പിതാവിൽ നിന്ന് താൻ പ്രാപിച്ച് നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ്, നമുക്ക് കാണിച്ചു തന്നതാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളത് അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ മരിച്ച് ഉയർത്തവനായ യേശു അവൻ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നാം ഇവിടെ അപ്പോസ്തലൻ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ അഗാധമായ, വളരെ അധികം നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. താനത് പ്രൂവ് ചെയ്യണം. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിസ്റ്റമാറ്റിക്കലി ഹി ഈസ് പ്രൂവിങ് ദാറ്റ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ഹി poured out his this which you now see and hear. അത് കഴിഞ്ഞിട്ട് വീണ്ടും താൻ വേറൊരു ഭാഗം കൂടെ ഇവിടെ വീണ്ടും സംസാരിക്കുകയാണ്. അത് 34, 35, 36 വാക്യങ്ങൾ സുജ സിസ്റ്റർ എന്നുള്ള വായിച്ചാണ്. സുജ രാജു വായിച്ചാട്ട്. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളോ നീ എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ തന്റെ ആദ്യത്തെ ഇത് ഈ പരിശുദ്ധാത്മാവ്, ഇത് ഞങ്ങൾ ബഹളം വെക്കുന്നൊന്നുമല്ല, മദ്യപിച്ചു ഒന്നുമല്ല, ഇതെല്ലാം പറഞ്ഞിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൽ മോശയിൽ കൂടി കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളും പ്രവാചകന്മാരും എല്ലാം കൂടെ കൊടുത്തത് താൻ ഇവിടെ എടുത്ത് ഇവരോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൂഫിന് വേണ്ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, എംഐഎസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാരെ, അവരെ യേശുവിനെ കുറിച്ചുള്ള ഈ സംസാരങ്ങളും വാദങ്ങളും ഒക്കെ നടന്നപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകാതിരുന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ മന്ദബുദ്ധികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മോശ മുതൽ പ്രവാചകന്മാരിൽ കൂടിയുള്ള എല്ലാ വിഷയങ്ങളും, യേശുവിനെ കുറിച്ച് ഉള്ള വിഷയങ്ങൾ അവരോട് സംസാരിച്ച് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിന് വ്യത്യാസം വന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത്, അത് ക്രിസ്തുവായിരുന്നു മനസ്സിലായപ്പോൾ അവർ പറഞ്ഞൊരു വിഷയം നമ്മൾ മലയാളികളായി നമ്മളെല്ലാവരും പറയുന്നതാണ്. അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കത്താനുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പത്രോസ് ഈ വിഷയങ്ങൾ മുഴുവൻ, ഇങ്ങനെ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ എടുത്ത് കാണിച്ച് അവരോട് പറയുകയാണ്, ഞങ്ങളുടെ മേൽ ഇന്ന് വന്ന ഈ അഭിഷേകം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ നിന്ന് വന്നതാണ്. യേശു ജീവിക്കുന്നു, അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതിൻ്റെ ശേഷം 34-ാം വാക്യത്തിൽ വീണ്ടും താൻ പറയുകയാണ്, ഫോർ ഡേവിഡ് ഡിഡ് നോട്ട് ascend into the heavens, but he says himself, the Lord said to my Lord, sit at my right hand till I make your enemies your footstool. ഇവിടെ വേറെ ഒരു വിഷയം ഞാൻ കൊണ്ടുവരികയാണ്. ഈ വിഷയം കൊണ്ടുവരുന്ന വേറൊരു വിഷയമുണ്ട് അതിൻ്റെ പിന്നിൽ. അതും കൂടെ ഞാൻ പറയാം. ഇവിടെ പത്രോസ് പറയാണ്, ദാവീദിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദാവീദ് പറഞ്ഞത് എന്താണ്? the Lord said to my Lord. the Lord said to my Lord എന്ന് പറഞ്ഞാൽ, സോവറൻ ഗാഡ് യാവേ
said to my Lord, which is Christ the Lord, and he is also sovereign. അപ്പം ദാവീദ് പറയുന്നത് ദൈവം, പിതാവായ ദൈവം എൻ്റെ പ്രഭുവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ലോർഡ് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തെ ഭാഗത്തിരിക്കാൻ പറഞ്ഞത്. ദാവീദിനെ കുറിച്ചല്ല, യേശുവിനെ കുറിച്ചാണെന്ന് താൻ ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരാൾ ഇവിടെ എനിക്ക് നിങ്ങളുടെ പേര് ഇവിടെ വേറെ കാണാൻ സ്ക്രീനിൽ ഇല്ല, അതുകൊണ്ട് അടുത്തയാള് പിന്നെ സങ്കീർത്തന പുസ്തകം 110 അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ. അതാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് കോട്ട് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. മതി ഒരു വാക്യം വായിച്ചാൽ. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് അതിൽ നിന്ന് താൻ പറയുകയാണ്, പത്രോസ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ലാലുപ്പാസ് ആരുടെയെങ്കിലും പേരെന്ന് പറഞ്ഞ് വായിക്കാനത്. മത്തായിയുടെ സുവിശേഷം ആലീസ് ജോർജ് വായിക്കുമോ? സിസ്റ്റർ ആലീസ് ജോർജ് പ്ലീസ് പെട്ടെന്ന് വായിച്ചാൽ. 22-14 എടുത്തില്ലേ? വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 22. എന്നാൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അതിന്റെ റെഫറൻസ് ശരിയാ, അത് ഞാൻ പറഞ്ഞത് ശരിയല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് യേശു ക്രിസ്തു പരീശന്മാരെ ഇവരെ കർത്താവിനെ ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ച് കുടുക്കിക്കൊണ്ടിരുന്ന സമയത്ത് താൻ ഒരു കാര്യം ഇവരോട് ചോദിച്ചു. ഇത് കോട്ട് ചെയ്താണ് പറയുന്നത്. ഈ ദാവീദ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തൻ്റെ മകനാണെങ്കിൽ ക്രിസ്തുവിനെ ലോർഡ് എന്ന് വിളിക്കുന്നത് എന്ന് ഒരു ചോദ്യം ചോദിച്ചതിനെ അവിടെ എഴുതിയിരിക്കുന്നത്. അതിന് അവർക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് പിന്നീട് കർത്താവിന് ശേഷം തന്നോട് സംസാരിക്കാനും വന്നിട്ടുള്ള പല കാര്യങ്ങളിൽ ഇങ്ങനെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ കർത്താവ് ഇവരോട് വാസ്തവം പറഞ്ഞാൽ ഞാനാണ് ഈ ലോർഡ്, ദാവീദ് എൻ്റെ ലോർഡ് എന്ന് പറയുന്ന ആ ലോർഡ്, മാസ്റ്റർ, സേവിയർ, കിങ്, അത് ഞാനാണെന്ന് യഹൂദന്മാരോട് താൻ കാണിച്ചു കൊടുത്തൊരു വിഷയമാണ് അവിടെ. എന്നാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതെല്ലാം അപ്പോസ്തലനായ പത്രോസ് ഈ പ്രസംഗത്തിൽ കൊണ്ടുവന്ന് ഈ യഹൂദന്മാരോട് സംസാരിക്കുകയാണ്. ഈ നിങ്ങൾ ക്രൂശിച്ചവനായ യേശു, അവൻ ദൈവം അവൻ്റെ മരണത്തെ മുമ്പേ കണ്ട് എല്ലാം നിശ്ചയിച്ചിരുന്ന വിഷയങ്ങളാണ്. ആ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ ദൈവം പാതാളത്തിൽ നിന്ന് അവൻ്റെ ശരീരം ദ്രവിച്ചു പോകാതെ അവനെ ഉയർത്തി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. ആ ദാവീദിൻ്റെ വാക്കുകൾ തന്നെ ഇതിൽ കൂടി അവർക്ക് കാണിച്ചു കൊടുക്കാൻ ദാവീദിനെ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിനെ കുറിച്ച് വളരെയധികം ബഹുമാനമുള്ള വ്യക്തികളാണ് യഹൂദന്മാർ. പ്രൈസ് ദി ലോർഡ്. അത് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അങ്ങനെ യേശു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ദൈവത്തിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ പരിശുദ്ധാത്മാവിനെയാണ് ഇന്ന് ഞങ്ങൾക്ക് കൂടി നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം അതാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് വരേണ്ട ഒരു വിഷയമാണ്. യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിന് കേൾക്കാം. നമ്മൾ യാചിക്കുന്ന കാര്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിന് കേൾക്കാം. എൻ്റെ നാമത്തിൽ എൻ്റെ ആഗ്രഹപ്രകാരം എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള
ആ ഒരു വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ യേശു ജീവിക്കുന്നവനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന therefore, ഇതെല്ലാം therefore എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്യം ഈ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ എല്ലാം പുറകിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സംഹരിച്ച് പറയുകയാണ്. Therefore let all the house of Israel know assuredly that God has made this Jesus whom you crucified both Lord and Christ. ഇത് എല്ലാം സംസാരിച്ചതിന് ശേഷം ഒരു ക്യാപ് സ്റ്റോൺ ആയിട്ട് എൻ്റെ എല്ലാം കൂടെ ഒരു കുറിവാക്യമായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു വാക്ക് പറയാം. ഇത് തന്നെ എന്തൊരു അർത്ഥമായ ഒരു വാക്കാണ്. ലെറ്റ് ഓൾ ഇസ്രായേൽ നോ അഷ്വർലി, എല്ലാ ഇസ്രായേലെ നീ വളരെയധികം അംഗീകാരത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. that God has made this Jesus, നിങ്ങൾ ക്രൂശിച്ച യേശു, ഈ മരിച്ച യേശു, ഈ ഉയർത്തെഴുന്നേറ്റ യേശു, this Jesus as Lord and Christ. Praise the Lord. ഈ യേശുവാണ് നമ്മുടെ ദൈവവും രാജാവുമായിട്ട് അവൻ ഇതാ അംഗീകാരം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഈ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലത്ത് ഞങ്ങളുടെ മേൽ പെന്തക്കോസ് നാളിൽ വന്ന പരിശുദ്ധാത്മ അഭിഷേകം. ഇതിൻ്റെ എല്ലാം പിമ്പിലുള്ള വിഷയം ഇതാണെന്ന് താൻ അവരോട് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഗാഡ്, God raised Jesus. Let me go to the next slide so you can look at this. We are witness to the resurrection, pouring out of the Holy Spirit. അത് കഴിഞ്ഞ് നമുക്ക് 36-ാം വാക്യം ആണ് ഇപ്പോൾ ഞാനിവിടെ വായിച്ചത്. ദിസ് ജീസസ് ഈസ് ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്. നിങ്ങൾ ഇനിയും വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോസ്തലന്മാരുടെ എല്ലാം പ്രസംഗത്തിൽ ഉള്ള ഒരു പ്രധാന വിഷയമാണ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. ദിസ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. എസ്പെഷ്യലി പൗലോസിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ശക്തിയോടെ സംസാരിക്കുന്ന വിഷയമാണ്. ഹി പ്രൂവ്ഡ് ടു ദ ജൂസ് ദാറ്റ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവാണ് ഈ ക്രിസ്തു എന്ന് താൻ കാണിച്ചു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തിരിക്കണം, പ്രഭാഷണത്തിൻ്റെ ഇവരുടെ എല്ലാം വിഷയങ്ങളാണ് യേശുവാണ് നമ്മുടെ രക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ക്രിസ്തു, ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ജീസസ് ഈസ് ദി അനോയിന്റഡ്, ജീസസ് ഈസ് ദ മസായ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രൈസ്റ്റ് എന്ന് പറയുന്ന വാക്യം ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ വന്നാണ്. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അനോയിന്റഡ്. അനോയിന്റഡ് എന്ന് പറഞ്ഞാൽ അഭിഷേകതൈലം വീണവൻ. അഭിഷേകതൈലം വീണ ആ ഒരു വ്യക്തി ദി അനോയിന്റഡ്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട വിഷയം ജീസസ് ഈസ് ദി അനോയിന്റഡ്. അതുകൊണ്ടാണ് പരീക്ഷന്മാർ ചോദിച്ചു, ആർ യു ദി അനോയിന്റഡ് വൺ, ആർ യു ദ പ്രോഫറ്റ്, നീ ആണോ ഈ അഭിഷക്തൻ, നീ ആണോ പ്രവാചകൻ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിമ്പിലുള്ള വിഷയം ദൈവത്താൽ അഭിഷക്തനായ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തു മാത്രമേ ഉള്ളൂ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്തവൻ, ദൈവം ഓർഡൈൻ ചെയ്തവൻ, ദൈവം അഭിഷേകം ചെയ്ത ഒറ്റ വ്യക്തി. That is why Apostle said that under heaven on earth there is only one name that is given for men to be saved. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, ആ നാമം യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരല്പസമയത്തേക്ക് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ യേശു, ദിസ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അധ്യായത്തിന്റെ 37-38 വാക്യം സുജിത്ത് സുന്ദർശൻ വായിച്ചാട്ടെ. 2-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ. സുജിത്ത് 2-ാം അധ്യായം 37-38. അഞ്ജു സാറ വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ.
അത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും അശേഷം അപ്പോസ്തലന്മാരോടും, ആ സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ആ പത്രോസ് അവരോട്, ഞങ്ങൾ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ 39 കൂടെ വായിച്ചേര്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥനായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല മതി വാക്കുകളാലും മതി. താങ്ക് യു. പല വാക്കുകളാലും അവൻ അവരെ പ്രബോധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ യേശു ക്രിസ്തുവാണെന്ന് താൻ അവിടെ അനവിധമായ തെളിവുകളിൽ കൂടി ഞങ്ങൾ സാക്ഷികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ സാക്ഷ്യമാണ്. ഇതെല്ലാം പറഞ്ഞ് താൻ സ്ഥിരീകരിച്ച ശേഷമായിട്ട് കഴിഞ്ഞപ്പോൾ ഈ ജനത്തിൻ്റെ റെസ്പോൺസ് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമേ അപ്പോസ്തലൻ്റെ റെസ്പോൺസ്, അത് കഴിഞ്ഞ് രണ്ടാമത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ജനം അത് കണ്ടെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അപ്പോസ്തലൻ്റെ പ്രസംഗം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും ജനത്തിൻ്റെ പ്രതികരണമാണ് ഇവിടെ കാണുന്നത്. അവർ പറയുന്നത് എന്താണ്? Now when they heard this, they were cut to the heart and said to Peter and the rest of the apostles, men and brethren, what shall we do? Hallelujah. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ഹൃദയത്തിന് കുത്തേറ്റെന്ന് പറഞ്ഞാൽ പാപബോധം അവരുടെ ഹൃദയത്തിലുണ്ടായി. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആരാത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലനായ പത്രോസ് ഈ വാക്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് അവർ പറഞ്ഞത്, അയ്യോ ദൈവദാസന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് പറയുന്ന കാര്യം എന്താണ്? Then Peter said to them, repent and let every one of you be baptized in the name of Jesus Christ for the remission of sins, and you shall receive the gift of the Holy Spirit. ജനം അവർ പത്രോസിനെ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ പത്രോസിന് മറുപടിയാണ് 38 39 വാക്യങ്ങൾ. റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അനേക കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ ഏതാനും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇനിയും 14 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസ് പറയുന്ന വിഷയം അവസാനമായിട്ട് പറയുന്നതുമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ താൻ പറയുന്ന മറുപടിയിൽ 3 കാര്യങ്ങൾ. ഒന്ന് ആദ്യമായിട്ട് റിപ്പന്റ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ജീവിതങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയവും അവർ സംസാരിക്കേണ്ട വിഷയവുമാണ് മാനസാന്തരത്തിൻ്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതപാട് സ്വീകരിക്കാൻ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് കൈപൊക്കി രക്ഷിതപാട് സ്വീകരിക്കുന്നത് നല്ല ഒരു കാര്യമാണെങ്കിലും അതിൻ്റെ പിൻപിൽ ഒരു സംഭവം നടക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയായിട്ട് ജനിച്ചു. എൻ്റെ പാപം ഈ ലോകത്തിൽ വെച്ച് ഞാൻ ചെയ്ത പാപം മാത്രമല്ല, ആദാമ്യ പാപം എൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേകർ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ ചെയ്യുന്ന പാപം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പാപവും ചെയ്തില്ലെങ്കിലും നമ്മൾ പാപിയായിട്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, മൈ മദർ കൺസീവ്ഡ് മീ ഇൻ സിൻ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ആ പാപം, അത് കൺസെപ്ഷൻ ഈസ് നോട്ട് സിൻ. എന്നാൽ ആദാമ്യ പാപം പരമ്പരമായിട്ട് അനേക ജനറേഷനിൽ കൂടി വന്ന് നമ്മളിലും വ്യാപരിച്ചു. അതുകൊണ്ട് ആ പാപത്തോടെയാണ് നമ്മൾ ജനിക്കുന്നത്. അത് കൂടാതെ പിന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുമുണ്ട്. ഇത് രണ്ടിനെക്കുറിച്ചും ദൈവസന്നിധിയിൽ കരഞ്ഞ് വിളിച്ച്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് റിപ്പൻറ്റൻസ്. അത് തന്നെയല്ല, അത് റിപ്പൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ്. അത് കൂടാതെ ഇനിയും ഉള്ള എൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവെ, ഈ പാപത്തിൽ ഞാൻ ഇനിയും ജീവിക്കാതെ, ഒരു പാപിയായിട്ട് ജീവിക്കാതെ, ഒരു വിശുദ്ധനായിട്ട് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കാൻ ഞാൻ എന്നെക്കുറിച്ച് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്
റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ റിപ്പൻറ്റ് ചെയ്തവരെയാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടുത്തൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിപ്പൻറ്റ് ആൻഡ് ലെറ്റ് എവരി വൺ ഓഫ് യു ബി ബാപ്റ്റൈസ്ഡ്. ആരെയാണ്, ഞാൻ ഈ വിഷയം ഒരു ബാപ്റ്റിസ്റ്റെ കുറിച്ച് ഞാൻ ഇതിനോട് അനുബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അധികമായിട്ട് സംസാരിക്കുന്നില്ല. എന്നാൽ ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്? സ്നാനപ്പെടുത്തേണ്ടത് മാനസാന്തരപ്പെട്ടവരെ. 10 ദിവസമായ കൊച്ചോ 30 ദിവസമായ കൊച്ചോ അവരാരും മാനസാന്തരപ്പെട്ടവരല്ല. അത് വിഷയം നമ്മൾ പിന്നീട് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ശിശു സ്നാനം ശരിയല്ല, ദൈവത്തിന്റെ വചനപ്രകാരം ശരിയല്ല എന്നുള്ളതിന്റെ കാരണം ഒരു കാര്യം ഇതാണ്: മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്താനാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലർ പറയും കുഞ്ഞുങ്ങള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന്. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ പാപത്തിൽ, we are born in sin. Praise the Lord. So everybody is sin. That is why പൗലോസ് പറഞ്ഞത് എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ദൈവത്തെ ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. So everyone need to repent before they get baptized. അങ്ങനെ ആദ്യമേ റിപ്പൻറ്റൻസ്, അത് കഴിഞ്ഞ് ബാപ്റ്റിസം. Praise the Lord. And then you shall receive the gift of the Holy Spirit. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുന്നവർക്കുള്ള ഒരു പ്രോമിസ് ആണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുന്നാൽ അതിന് ഒരു എക്സെപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. അത് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം എന്താണെന്ന് അവിടെ എഴുതിയിരുന്നത്? സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നവരുടെ പരിശുദ്ധാത്മാവ് വന്നവരുടെ മേൽ എല്ലാം ദൈവം അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് അറിഞ്ഞു ഇവര് സകലരും പാപികളാണ്, അവർ മാനസാന്തരപ്പെട്ടു, ഓൾറെഡി അവർ ആ സ്നാനത്തിന് വേണ്ടി അവർ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ദൈവം അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് അവർക്ക് അഭിഷേകം ലഭിക്കാൻ സാധിച്ചത്. 2, അപ്പോസ്തലനായ പത്രോസ് അവരെ സ്നാനപ്പെടുത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ, ഈ കാര്യം ഇല്ലായിരുന്നെങ്കിൽ താനെ ചെയ്തില്ലായിരുന്നു. കാരണം അന്ന് ജാതികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അറിവ്, ഒരു മിസ്റ്ററി ആയിരുന്നു അത് മാറി പത്രോസിനെ കാണിച്ചു കൊടുത്ത്, പത്രോസെ ഇവര് ഞാൻ അംഗീകരിച്ച വ്യക്തികളാണെന്ന് കാണിച്ചത് കൊടുത്ത് താൻ സ്നാനപ്പെടുത്തി. അതല്ലാതെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്, സ്നാനപ്പെട്ടതിന് ശേഷമാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ചില എക്സെപ്ഷൻസ് ഒക്കെ ദൈവം വെച്ചിട്ടുണ്ട്. അതല്ല, ഞാൻ അതിന്റെ യഥാർത്ഥമായുള്ള കാര്യങ്ങൾ, നോർമലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സോ റിപ്പൻറ്റൻസ്, ബാപ്റ്റിസം, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അന്ന് എത്ര പേര് സ്നാനപ്പെട്ടു? 3000 പേര് സ്നാനപ്പെട്ടു. 3000 people were added to the believers that day. അന്ന് ലോകത്തിൽ അതേവരെ നടക്കാത്ത വലിയൊരു മിറക്കിൾ. അതിനുശേഷവും എനിക്ക് തോന്നിയിട്ടില്ല ഇതുപോലെയുള്ളൊരു മിറക്കിൾ. വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് മാത്രമുണ്ട് 3000-ൽ കൂടുതൽ ആൾക്കാരെ ഒരു ദിവസം സ്നാനപ്പെട്ട ഒരു വിഷയം, ഒരു സ്ഥലമുണ്ട്. അത് അല്പസമയം, 1 സെക്കൻഡ്, ഒരു 30 സെക്കൻഡിലേക്ക് മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം, ഏതെങ്കിലും വേദപുസ്തകത്തിൽ എവിടെയാണ് 3000 പേരിൽ കൂടുതൽ ഒരു ദിവസം സ്നാനപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 30 സെക്കൻഡിലേക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്. എന്തോ? നിനവേൽ സ്നാനപ്പെട്ടതായിട്ട് പറയുന്നില്ല. അത് 120,000 ആണ് നിനവേൽ നമ്മൾ വായിക്കുന്നത്. 5000 അങ്ങനെ സഭ അതിന് വർദ്ധിച്ചു പെരുകി. അവിടെ 3000 പേരെ സ്നാനപ്പെടാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് നമ്മളിപ്പോ ഒത്തിരി ഡിബേറ്റ് ചെയ്യണം. ഞാനങ്ങ് പറയാൻ ആൻസർ. Praise the Lord. Good answer. That's the answer I was expecting for that answer. ചെങ്കടൽക്കൂടി മോശയോട് 600,000 men ആണ് അന്ന് ആ ചെങ്കടൽ കൂടി കടന്ന് മോശയോട് സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു. അത് സ്നാനത്തിന് മുൻകുറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനതൊരു സൈഡായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സ്നാനമാണ് ഈ 3000. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ അടുത്ത വാക്യത്തിൽ നമുക്ക് കിടക്കാം. പ്രൈസ് ലോർഡ്. ഇനിയും ഈ 3000 പേരെ എങ്ങനെ അന്ന് സ്നാനപ്പെടുത്തി എന്ന് പ്രൈസ് ലോർഡ് ഒരു ചോദ്യമുണ്ട്. അനേകം പറയും 3000 പേരെ എങ്ങനെ സ്നാനപ്പെടുത്താൻ സാധിക്കും. അടുത്ത ആഴ്ച ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലും വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇന്ന് രാത്രി നമ്മളിവിടെ നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്പസമയം ഇന്ന് രാത്രി ഇതിന് ശേഷമായിട്ട് പ്രിയ ലാലു പാഷ പറഞ്ഞതുപോലെ നമ്മൾ അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ കേൾവിയിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതേവരെ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് ഇന്ന് രാത്രി ഇതൊരു മാനസാന്തരത്തിൻ്റെ രാത്രിയായിട്ട് മാറാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതേവരെ വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവെ ഇനിയും സ്നാനപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഔട്ട്റീച്ചിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കാറിൽ എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയിലുള്ള അതിൻ്റെ പിതാവിനോട് ഞാൻ പല കാര്യങ്ങൾ സംസാരിച്ചതിൽ ഒരു കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്നാനത്തെക്കുറിച്ചാണ്. അതിൻ്റെ പുറകിലായിട്ട്, കാറിൻ്റെ ഏറ്റവും പുറകിലായിട്ട് അവരുടെ 2 പിള്ളേരുണ്ട്, 14 വയസ്സും 12 വയസ്സുള്ള പിള്ളേർ. അവർ ഈ സംസാരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എത്രയും വേഗം സ്നാനപ്പെടണം. പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇനി ഞാൻ ഒരിക്കലും താമസിക്കുന്നത് ശരിയല്ല. ഞാൻ പാപ ഏറ്റു പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞ് ആ 12 വയസ്സുകാരനും 14 വയസ്സുകാരത്തെയും സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇന്നലെ ഈ നടന്ന റിട്രീറ്റിലെ, ഞങ്ങളുടെ സഭയുടെ റിട്രീറ്റിൽ ആ മാതാവിനോട് സംസാരിച്ചു. പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർ ദൈവസ്ഥാനത്ത് സമർപ്പിച്ചു. ആ ഒരു അനുസരണം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ അവർ 14 വയസ്സും 12 വയസ്സുള്ള പിള്ളേരാണെങ്കിലും ആ വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് ഏറ്റു. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ വായിക്കുന്ന പോലെ അവരുടെ ഹൃദയം മുറിവേറ്റു എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഹൃദയം ഒന്ന് ഏറ്റ് അവർ സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇന്ന് രാത്രി ഇതേവരെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ വിഷയം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് വിശ്വാസ സ്നാനം ഏറ്റിട്ട് ഇതേവരെയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവെ ഈ ആദ്യ നൂറ്റാണ്ടിൽ അവരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മ ശക്തി എൻ്റെ മേലും ഇന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെയും നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. പ്രൈസ് ദി ലോർഡ്. ദിസ് പ്രോമിസ്, അതുകൊണ്ടാണ് ഇവിടെ 39 വാക്യത്തിൽ, ഫോർ ദ പ്രോമിസ് ഈസ് ടു യു ആൻഡ് യുവർ ചിൽഡ്രൻ ആൻഡ് ഓൾ ഹു ആർ afar off, as many as the Lord our God will call. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കർത്താവ് വിളിക്കപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ്. ഇത് രാത്രി എന്നെ കേൾക്കണമേ. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തു വിളിക്കുന്ന എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണ് വാഗ്ദത്തം, പരിശുദ്ധാത്മാഭിഷേകം. അത് നമ്മൾ ലഭ്യമാക്കണം. അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇത് ലഭിക്കുന്നില്ല കർത്താവേ, കരഞ്ഞു പ്രാർത്ഥിക്കണം. എനിക്കിത് തന്നേ മതിയായ കർത്താവേ, ഈ പരിശുദ്ധാത്മാഭിഷേകം നിന്റെ പ്രോമിസ് എനിക്കും ആവശ്യമാണ്, തരണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ലാലു ബ്രദറിന്റെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അല്പസമയം കർത്താവ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ വാഗ്ദത്ത ശക്തി, ആത്മാവിന്റെ ഒരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെ കേൾപ്പിച്ച ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതിന് ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ടതിന് തന്നെത്താൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്ത് കൂടെ പാടരുത്. എല്ലാവരും പാട്ടുകാരാണ് എങ്കിലും ആരും പാടരുത്. പ്രിയ സ്റ്റാൻലി, നമ്മൾ ഇപ്പോൾ ചില പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ കൈയടിച്ച് ആരാധിക്കാം. പ്രിയ സ്റ്റാൻലി, പ്ലീസ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനത്തിന് പിന്നാലെ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സമർപ്പണത്തോടെ പ്രിയ അഭിഷിക്തൻ പറഞ്ഞു നിർത്തുമ്പോൾ പറഞ്ഞൊരു ഗാനമുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ പകരണം കർത്താവേ. ആമേൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി നിൽക്കുവാൻ പിന്മഴയെ ഒരു പ്രാവശ്യം കൂടി അങ്ങ് അയക്കണം കർത്താവേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ. ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രികാല ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ വെറുതെ വന്നിരുന്നിട്ട് പോകാനല്ല, അഭിഷേകത്തിന്റെ ഒരു ശക്തിയാൽ കൃപകളും വരങ്ങളും ജ്വലിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഒരു സ്തുതിക്കുന്ന ഒരു രാത്രികാലമായി മാറുവാൻ അഭിഷേകത്തോടെ ചേർന്ന് ആ കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവ് അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. 2025 നോക്കുകയാണെങ്കിൽ എത്ര പേരുടെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ ചലനം നഷ്ടപ്പെട്ടു പോയില്ലേ? എന്നാൽ അഭിഷേകത്തിലൂടെ കേട്ട വചനം എത്ര പേർക്ക് ഉള്ളിൽ തറയ്ക്കുവാനിടയായി. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ. അപ്പാ, അമിതമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ ചൊരിയണം കർത്താവേ. ജഡാഭിലാഷങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, ജഡത്തിന്റെ പ്രവൃത്തികൾ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നു, അപ്പാ, എന്റെ ജഡാഭിലാഷങ്ങൾ മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ ഒന്ന് പണിയണം കർത്താവേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് കേട്ട വചനത്തിന് മുൻപാലെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് പ്രിയരെ? കേട്ട വചനത്തിന്റെ മുന്നാലെ എത്ര പേർക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്? എന്നാൽ ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രികാലം സംഭവിക്കുമെന്ന് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പത്രേ. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ എത്ര പേർ ആശിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ചില ഉറപ്പുകൾ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാൻ ഇടവരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് രാത്രി ദൈവം സഹായിച്ചല്ലോ. നമ്മളെ കേൾപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ഈ ക്ലാസ്സിനകത്ത് ആരെങ്കിലും യഥാർത്ഥമായ മാനസാന്തരം പ്രാപിക്കാത്ത ആരെങ്കിലും നമ്മളെ കേട്ടുവെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം അവരെ ക്രിയ ചെയ്യുവാൻ, ഹല്ലേലൂയ, വിശ്വാസ സ്നാനം ഏൽക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി കേട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവ് സംസാരിപ്പാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവര് ഇന്ന് രാത്രി പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയുവാൻ ഈ ക്ലാസ്സുകൾ മുഖാന്തരമാകേണ്ടതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ദൈവവചനം പഠിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പഠിപ്പിക്കുവാൻ കർത്താവ് ഇന്ന് ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൽ ജോയിൻ ചെയ്ത പല ഡിവൈസിൽ നിന്ന്, ഭവനങ്ങളിലിരുന്ന് ജോയിൻ ചെയ്ത, പല രാജ്യങ്ങളിലിരുന്ന് ജോയിൻ ചെയ്ത എല്ലാവരുടെ പേരും ഈ വചനത്തിലൂടെ ഒരു ദൈവിക ശക്തി വ്യാപരിക്കേണ്ടതിനായി കർത്താവെ, ആരെങ്കിലും രോഗികളായി പലവിധമായ ഭാരങ്ങളായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രി വചനം അവർ ഒരു എൻകൗണ്ടർ ചെയ്യുവാൻ ദൈവം ഇടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെറുതെ വചനം കേൾക്കുന്നവരായിട്ടല്ല, ഇത് ക്രിയ ചെയ്യുവാൻ കർത്താവേ, ഞങ്ങളിവിടെ വിതയ്ക്കുന്ന വിത്തുകളൊക്കെ അത് ക്രിയ ചെയ്യുവാൻ സ്വർഗം ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ പാട്ടുപാടി ഞങ്ങളെ സഹായിച്ച കർത്താവിന്റെ ദാസനായി സ്തോത്രം. പ്രിയ സ്റ്റാൻലിക്കായി സ്തോത്രം. ദൈവം സഹായിക്കണം. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും വായിച്ചു കൊടുത്തവര്, പ്രാർത്ഥിച്ചവര് എല്ലാവരെയും ദൈവം സഹായിക്കണം. പ്രത്യേകാൽ പ്രിയ ഷാജി പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തോത്രം. ദൈവം സഹായിക്കണം. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രിയ സാക്ഷാറിനായി സ്തോത്രം. ദൈവം സഹായിക്കണം. ഞങ്ങളെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണം. സകലമാനവും മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയ ഷാജി പാസ്റ്റർ ഉണ്ടല്ലോ, ഇന്ന് രാത്രികാലം നമ്മുടെ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ നയിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാക് വർഗീസിനോടുള്ള ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹീതമായി നമ്മളെ വർഷിപ്പ് ലീഡ് ചെയ്ത ബദൽ സ്റ്റാൻലി ജോണിനോടുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് കടന്നു വന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആത്മാവിന്റെ വലിയ ശക്തിയോടും പുതുക്കത്തോടും നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടരുവാൻ കർത്താവ് നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശീർവാദത്തോടും നമുക്ക് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും, നമ്മൾ കേട്ട ദൈവദിനത്തോടു കൂടെയും, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ക്രിസ്തുയേശുവിനെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവേ, അങ്ങ് വരണമേ. God bless you. Have a good night. God be നാളെ with you. വൈകിട്ട് See you tomorrow. താങ്ക് യു പാസ്റ്റർ. എല്ലാവരെയും നാളെ വൈകിട്ട് കാണാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ റവറന്റ് ജോർജ് വർഗീസ്